Hello, everyone. How are you doing? So I'm so glad to hear that you all really likes the video. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന CBSE ഇംഗ്ലീഷ് ഗ്രേഡ് 9 കാവേരി ടെക്സ്റ്റ് ബുക്കിലെ ലെസൺസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് പോട്ട് മേക്കറിന്റെ രണ്ടാമത്തെ സെക്ഷനാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓൾറൈറ്റ്. സോ ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചിരുന്നു ചോദ്യം എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം പാർട്ട് 1 3 ചോദ്യങ്ങളാണ് ഇവിടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡു യു തിങ്ക് പോട്ട് മേക്കിംഗ് ഈസ് ഈസി? ഇഫ് യെസ്, വൈ? ഇഫ് നോ, വൈ നോട്ട്? അപ്പോൾ പോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഈസി ടാസ്ക് ആണോ? Okay, we really understood that it is not an easy task, right? So the lady has to they have to go ഒരുപാട് കുറെ ദൂരം നടന്ന് റിവർ സൈഡിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും പിന്നെ അതിനുള്ള ക്ലേ ഒരു ഇതിലേക്ക് ഒരു പ്രത്യേക പാത്രത്തിലേക്ക് നിറച്ച് അത് വീട്ടിലേക്ക് കിലോമീറ്ററോളം നടന്ന് വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം അത് പോട്ടാക്കി മാറി. അത് ഡീറ്റെയിൽസ് എല്ലാം അതിലൊരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഡീറ്റെയിൽസ് അപ്പോൾ ഇഫ് യെസ്, വൈ? ഇഫ് നോ, വൈ നോട്ട്? അപ്പോൾ ഇഫ് you can write no and the reason you can write it, okay? And would Centilla be able to uh, fulfill her dream of becoming a pot maker? Explain. Would Centilla be able to fulfill her dream of becoming a pot maker? സെന്റിലയ്ക്ക് അവരുടെ ആഗ്രഹമായിട്ടുള്ള നല്ലൊരു പോട്ട് മേക്കർ ആവണം എന്നുള്ളത് നടക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എൻഡ് ഫസ്റ്റ് പാർട്ടിലെ എൻഡ് എങ്ങനെയായിരുന്നു? വില്ലേജേഴ്സ് അവിടെ വില്ലേജ് കൗൺസിലർ പ്രത്യേകം വിളിച്ച് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളെ എന്തായാലും പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഷീ ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? ഡു യു തിങ്ക് മെസോബ ആൻഡ് അറൻല വുഡ് സപ്പോർട്ട് സെന്റില? ഗിവ് റീസൺ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മെസോബയും അറല്ലയും? മെസോബ സെന്റിലയുടെ ഫാദറാണ്, അറല്ല മദറാണ്, അല്ലേ? ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ സപ്പോർട്ട് ചെയ്യണം, കാരണം വില്ലേജ് കൗൺസിലേഴ്സ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. The following year, Aranla took Centilla to the river bank where grey and red clay was found. അപ്പോൾ അടുത്ത വർഷം മുതൽ അരൻല സെന്റിലയെ എന്തെടുത്തു? റിവർ ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വേർ അവിടെയാണ് എന്നുള്ള ഗ്രേയും റെഡും കളറുള്ള ക്ലേ കാണുന്നത്. ഷീ ടോട്ട് സെന്റില ഹൗ ടു ഡിഗ് ദ ക്ലേ വിത്ത് എ ഡാവ്, ലോഡ് ഇറ്റ് ഓൺ ടു ഹെർ carrying basket and soak it in the trough in the work shed before stuffing into the bamboo cylinder in the right proportion to pound it. So അവിടെ നിന്നും അവളെ പഠിപ്പിച്ചു. ഷീ ടോട്ട് സെന്റില ഹൗ ടു ഡിഗ് ദ ക്ലേ വിത്ത് എ ഡൗ നമ്മൾ സാധാരണ മൺവെട്ടി പോലെ ടൂളാണോ, ഇൻസ്ട്രുമെന്റ്, ഓക്കെ, യൂസ് ടു ഡിഗ്. അത് വെച്ചിട്ട് എങ്ങനെ മണ്ണെടുക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതെങ്ങനെ ലോഡ് ചെയ്യാം, ക്യാരിയിങ് ബാസ്ക്കറ്റിൽ എങ്ങനെ ലോഡ് ചെയ്യാമെന്നും, ആൻഡ് ഹൗ ടു സോക്ക് ഇറ്റ്, എങ്ങനെ അത് കഴുകാമെന്നുള്ള. സോക്ക് ചെയ്യാന്ന് എന്താണ്? അതില് മുക്കിയിടുക. ഇറ്റ് ഇൻ ട്രഫ് ഇൻ ദ വർക്ക് ഷെഡ് ബിഫോർ സ്റ്റഫിംഗ് ഇൻ ടു ദ ബാംബൂ സിലിണ്ടർ. നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ബാംബൂ സിലിണ്ടറിലേക്കൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ആൻഡ് സെന്റില വാസ് എ ക്വിക്ക് ലേണർ and turned the clay into malleable dough. ഓക്കെ, സെന്റില പെട്ടെന്ന് പഠിക്കാൻ ക്വിക്ക് ലേണർ ആണ്, പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. സോ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ ഷീ ഈസ് ഡൂയിങ് എവറിത്തിങ് ഇൻ ദ റൈറ്റ് വേ. സോ ദർ ഇസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ഓക്കെ, ആൻഡ് ലേണർ ആൻഡ് ടേൺ ദ ക്ലേ ഇൻ ടു മല്ലിയബിൾ ഡോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കില്ല, അതുപോലെ ഈ മണ്ണ് ഒരു മല്ലിയബിൾ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു പുട്ട് ഇൻ ടു ഷേപ്പ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ്. ആ ക്ലേയെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ എടുക്കാൻ അവൾ പെട്ടെന്ന് പഠിച്ചു. ബട്ട് വെൻ ഷീ ട്രൈഡ് ഹെർ ഹാൻഡ് അറ്റ് ദ ഷേപ്പിംഗ് ഓഫ് ദ ലംപ് ഇൻ ടു എ പോട്ട്, പക്ഷേ അവൾ നന്നായിട്ട് ഡോ ഒക്കെ സെറ്റ് ചെയ്ത് മണ്ണ് കുഴച്ച് റെഡിയാക്കി. പക്ഷെ ആ ഒരു ലംബ്, ഒരു കുറച്ചൊരു ഒരു ഒരു ചെറിയൊരു ഒരു പിടി മണ്ണ് അതൊരു പോട്ടാക്കി മാറ്റുന്നതിൽ എന്ത് സംഭവിച്ചു?
നമുക്ക് നോക്കാം. ഷീ കുഡിൻറ്റ് ഈവൻ ഹോൾഡ് ദ ലംപ് ഓഫ് ഡോഫ് പ്രോപ്പർലി. അത് ഒരു പോട്ടിലേക്ക് വേണ്ട ലംബ് അത് അവൾക്ക് പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. ദ മദർ സിംപ്ലി സാറ്റ് ദ മദർ സിംപ്ലി സാറ്റ് ഇൻ എ കോർണർ ആൻഡ് വാച്ച്ഡ് ദ ഗേൾ ട്രൈ അഗൈൻ ആൻഡ് അഗെയിൻ. അമ്മ അവിടെ ഇരുന്നിട്ട് അങ്ങനെ എന്ത് ചെയ്തു? അവള് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കി ഇരുന്നു. എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി ഇരുന്നു. ഗോട്ട് ഇറ്റ്? സോ ഐ ഹോപ്പ് ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൺ സെക്കൻഡ്, ലെറ്റ് മീ ജസ്റ്റ്. യെസ്. While Centilla, while Centilla hung her head in shame and frustration, Arella took over the job and transformed the lump into a beautiful pot. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായത്? അതായത് പിന്നെ സെന്റില ഒരുപാട് തവണ ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ അവള് തല താഴ്ത്തും, ഹങ് ഹെർ ഹെഡ് ഇൻ ഷെയിം, തല താഴ്ത്തി ഇങ്ങനെ അങ്ങി തല താഴ്ത്തിയിരിക്കുമ്പോൾ ഷെയിം ആൻഡ് ഫ്രസ്ട്രേഷൻ, നിരാശയും അതുപോലെ തന്നെ നാണക്കേട് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, അവർ തല താഴ്ത്തി നിൽക്കും. ആ സമയത്ത് അറല്ല അമ്മ ടുക്ക് ഓവർ ദ ജോബ്, അമ്മ ആ ജോലി ഏറ്റെടുക്കുകയും ആൻഡ് ട്രാൻസ്ഫോംഡ്, അത് മാറ്റുകയും ചെയ്യുന്നത് ലംപ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ സ്പോട്ട്, ബ്യൂട്ടിഫുൾ പോട്ട്. അതാണല്ലോ കഴിവുള്ള ആളുകൾ. അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ വളരെ മനോഹരമായ ഒരു പോട്ട് അങ്ങോട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? പെട്ടെന്ന്. ദീസ് സെഷൻസ് കണ്ടിന്യൂഡ് ഫോർ ഓൾമോസ്റ്റ് ദീസ് സെഷൻസ് continued for almost a year, but Centilla was unable to learn anything from her mother. ഓക്കെ, ആ ഒരു പ്രോസസ്സ് അവളിങ്ങനെ ദിവസവും ഉണ്ടാക്കും, എല്ലാ ദിവസവും ഉണ്ടാക്കും. പക്ഷേ ആ പ്രോസസ്സ് ഒരു വർഷമായിട്ട് തുടർന്നിട്ട് പോലും അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു വർഷം അങ്ങനെ പോയി. ഓക്കെ, ദെൻ the next year, the next year, when Centilla matured, according to custom, she was sent to stay for some nights in one of the girls' dormitories, supervised by a kind, middle aged widow whom the girls called Onula or Auntie. ഓക്കെ, ഇനി ഒരു വർഷം അവള് പ്രവർത്തി മൺകലം ഉണ്ടാക്കാൻ, പോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നും നടന്നില്ല. നിരാശയോട് കൂടി സെക്കൻഡ് ഇയർ അവൾ മെച്ചേർഡായി. കുറച്ച് മെച്ചേർഡ് നടത്തുന്നതാണ് മെച്ചോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാ, കുറച്ച് പ്രായപൂർത്തിയായി, കുറച്ചൊരു ലൈക്ക് ആ വേർഡ് ഇവിടെ കാണിക്കുന്നുണ്ടോ നോക്കട്ടെ. മെച്ചോർഡ് അല്ല, മെച്ചോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, പ്രായപൂർത്തിയായി, അത്യാവശ്യം ഒരു പക്വതയൊക്കെ എത്തി. അക്കോർഡിംഗ് അവിടുത്തെ ആ ഒരു വില്ലേജിലെ ഒരു രീതി പ്രകാരം അവളെ ഒരു ആ, കുറച്ച് രാത്രികൾ ഒരു ഡോർമിറ്ററീസിലേക്ക് അയച്ചു. ഡോർമിറ്ററി എന്ന് പറഞ്ഞാൽ ലാർജ് റൂംസ് കണ്ടെയ്നിങ് മെനി ബെഡ്സ് ആസ് ഇൻ എ ഹോസ്റ്റൽ. ഒരു ഹോസ്റ്റൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് അവളെ അയച്ചു. അവിടെ കുറച്ച് രാത്രികൾ അവർക്ക് സ്പെൻഡ് ചെയ്യണം, അവിടെ ഒരു രീതിയാണ് അവിടെ ആ വില്ലേജിലെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡോർമിറ്ററിയിലെ ഡോർമിറ്ററീസ് സൂപ്പർവൈസ് ചെയ്ത് നോക്കി നടത്തിയിരുന്നത് ഒരു വളരെ കൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വിഡോ ആയിരുന്നു. ആ വിഡോയെ അവിടുത്തെ പെൺകുട്ടികളൊക്കെ വിളിച്ചിരുന്നത് ഒണുല എന്നായിരുന്നു. ഒണുല അല്ലെങ്കിൽ ആൻറ്റി എന്നായിരുന്നു. ഓക്കെ, അമ്മായി എന്ന് വിളിച്ചിരുന്നു. സോ അപ്പോൾ മറ്റൊരു കഥാപാത്രം കൂടി നമ്മുടെ കഥയിലേക്ക് വരികയാണ്. ആരാണ്? ഒണുല. ഷി ഹാഡ് ഹേർഡ് ഓഫ് ദ ഡിസ്കോർഡ് ഓഫ് സെന്റിലാസ് ഫാമിലി ആൻഡ് റിസോൾവ്ഡ് ടു ഹെൽപ്പ് ദ ഗേൾ ഇൻ എവറി പോസിബിൾ വേ. ആ ഒണുല ആ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വില്ലേജ് കൗൺസിലേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവളെ പഠിപ്പിക്കണം, പോട്ട് നിർമ്മാണം പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ അമ്മയ്ക്ക് അത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ ഒന്നുല എന്ന് പറയുന്ന ഓർ ആന്റി, അവള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആന്റി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല്
ഇവളെ എങ്ങനെയെങ്കിലും നമ്മുടെ സെന്റിലെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിപ്പിക്കണം എന്നൊരു തീരുമാനം, റിസോൾവ്ഡ് എന്ന് പറഞ്ഞതാണ്, ഡിറ്റർമിൻഡ്, ഉറച്ച തീരുമാനം എടുക്കാണ് കേട്ടോ. ഉറച്ച തീരുമാനം എടുക്കാണ്. ടു ഹെൽപ്പ് ദ ഗേൾ ഇൻ എവറി പോസിബിൾ, എല്ലാ നിലയ്ക്കും അവളെ സഹായിക്കണമെന്ന് അവള് ഉറച്ച തീരുമാനമെടുത്തു. അങ്ങനെ ഈവനിങ് അങ്ങനെ വൺ ഈവനിങ് വെൻ എവ്രി വൺ except Centilla went to attend a musical evening, Onula saw her taking out some clay and the implements from her basket quietly. ഓക്കെ, ഒരു ഈവനിങ്ങിൽ എല്ലാവരും മ്യൂസിക്കൽ പ്രോഗ്രാംസിന് പോയപ്പം സെന്റില മാത്രം പോയിട്ടില്ല. ഒനുല സോ ഹർ ടേക്കിംഗ് ഔട്ട് സം ക്ലേ ആൻഡ് ഇംപ്ലിമെന്റ്സ് ഫ്രം ഹർ ബാസ്കറ്റ് ക്വയറ്റ്ലി. ആ ഒരു കുറച്ച് മണ്ണെടുത്തിട്ട് അവൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, സോ ഷി വാച്ച്ഡ് സെന്റിലാസ് ഷി വാച്ച്ഡ് സെന്റിലാസ് clumsy efforts to make a pot and noticed that the scintilla was too tense. As a result, the clay seemed unable or unwilling to yield the right shape. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ മ്യൂസിക് പ്രോഗ്രാമിന് പോയ സമയത്ത് ഇവള് കുറച്ച് ക്ലേ എടുത്തൊരു പോട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. പക്ഷെ അവള് ഭയങ്കര ടെൻസ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ക്ലേ പ്രോപ്പറായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റിയില്ല. When Centilla wearily let the misshapen lump fall flat on the ground, Onula went to her and said, "Don't worry, little one. I shall teach you how to make a perfect pot." ഭയങ്കര ഒരുപാട് തവണ ശ്രമിച്ചു. വിയർലി ടയേർഡായി കേട്ടോ. ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോ ആ ഒരു മിസ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിലല്ലാത്ത കേട് വന്ന ആ ഒരു ലംബ അവള് നിലത്തിട്ടു. അത് കണ്ടിട്ട് ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ഹോസ്റ്റലിലെ വാർഡൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, "ഡോണ്ട് വറി, പേടിക്കേണ്ട ലിറ്റിൽ വൺ, നീ കരയണ്ട. ഐ ഷാൽ ടീച്ച് യു ഹൗ ടു മേക്ക് എ പെർഫെക്റ്റ് പോട്ട്. ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എങ്ങനെ നല്ലൊരു പോട്ട് ഉണ്ടാക്കാമെന്നുള്ളത്." അങ്ങനെ സെന്റില വാച്ച്ഡ് ഇൻ അമേസ്മെന്റ് ആസ് ഒനുല ഫാഷൻഡ് എ ബ്യൂട്ടിഫുൾ പോട്ട് ആൻഡ് ആസ്ക്ഡ് ഹർ ടു ട്രൈ അഗൈൻ. അങ്ങനെ ഈ ഒനുല എന്ന് പറയുന്ന ലേഡി അവള് നല്ലൊരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ പോട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "നീ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തു." എന്നിട്ട് സെന്റിലയോട് പറഞ്ഞു, "ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുന്നു." സെന്റില എന്ത് ചെയ്തു? സെന്റില took another lump of clay and with a confidence she had never felt before started the process all over again, following the instruction she had just received. അപ്പൊ ഇവിടെ ഒനുല വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഇപ്രാവശ്യം ഉണ്ട്. എന്തായിരിക്കും കാരണം? കാരണം ഇപ്രാവശ്യം അവളെ ഹെൽപ്പ് ചെയ്യുന്നത് അവളുടെ ടീച്ചർ, ഒരു ടീച്ചറിന് തുല്യം, ടീച്ചറിനെ പോലെ തന്നെ തന്റെ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അൺടിൽ ദെയർ. യാ, നൗ ഷീ ക്രിയേറ്റഡ് she created a beautiful pot. When it was done, she sat there admiring her work. അങ്ങനെ അവസാനം അവളൊരു പോട്ട് ഉണ്ടാക്കി. അവൾ അങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ അഡ്മയർ ചെയ്യുക, അതിന്റെ മനോഹർ ബ്യൂട്ടി ഇങ്ങനെ ബ്യൂട്ടി കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോ ഒന്നുല പറഞ്ഞു, "ദ മൗത്ത് ഓഫ് ദ പോട്ട് ഈസ് ഓൾ റോങ്." ആ പോട്ടിന്റെ വായ്ഭാഗം ഫുൾ തെറ്റാണല്ലോ. ദ മൗത്ത് ഓഫ് ദാറ്റ് and Sendila looked at Onula in frustration, who smiled and said, ഓക്കെ, അപ്പൊ അത് കേട്ടപ്പോ സെന്റിലയ്ക്ക് ആകെ ഫ്രസ്ട്രേഷൻ ആയി, വീണ്ടും നിരാശ ആയി. Sendila looked at Onula in frustration, who smiled and said, "When you work with your mother next time, watch her carefully. When she is shaping the mouth of the pot,
യു ആർ എ ക്വിക്ക് ലേണർ ആൻഡ് യു വിൽ ഡു വെൽ. നീ ഒന്നും വിചാരിക്കേണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഇനി അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അമ്മ ചെയ്യുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഒരു പോട്ടിന്റെ മുഖം, സോറി, മൗത്ത് കറക്റ്റാക്കി ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് കടക്കുകയാണ്. ഡ്യൂറിങ് ദ നെക്സ്റ്റ് പോട്ട് മേക്കിംഗ് സെഷൻ, സെന്റില ഒബ്സർവ്ഡ് ഹൗ ഹർ മദർ ഹെൽഡ് ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ദ സ്പെറ്റുല. സ്പെറ്റുല എന്ന് പറഞ്ഞ മറ്റൊരു ടൂളാണ്, ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്പെറ്റുല. സ്പെറ്റുല. ആൻഡ് നെക്സ്റ്റ് ഇതിൽ സമയത്ത്, നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ സെന്റില അമ്മ എങ്ങനെയാണോ ആ കലത്തിന്റെ മൗത്ത് ഉണ്ടാക്കുന്നത്, സ്പെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നന്നായിട്ട് ശ്രദ്ധിച്ചു. ഹൗ ഹെർ മദർ ഹെൽഡ് ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ദ സ്പെറ്റുല. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ആ മൗത്ത് കറക്റ്റ് ചെയ്യുന്നത്, അത് നന്നായിട്ട് ശ്രദ്ധിച്ചു. ഹൗ ഷീ സ്ലാക്കൻഡ് ദ റിതം വെൻ ഫാഷനിങ് ദ മൗത്ത് ഓഫ് ദ പോട്ട്സ് ആൻഡ് ഹൗ എ സ്ട്രിപ്പ് ഓഫ് elongated dough was added to the mouth to make the rim. അതുപോലെ തന്നെ വളരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അതിന്റെ മൗത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു റിബ് പോലത്തെ ഒരു സാധനമല്ലേ അങ്ങനെ ചുറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു വേറെ കുറച്ച് ലംബ് ഓഫ് മഡ് എടുത്തിട്ട്, ഡോഫ് ഡോഫ് എടുത്തിട്ട് അതിന് കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ റിമ്മ്, അതിന് പറയാം റിമ്മ് എന്നാണ്, ചുറ്റും ഉണ്ടാകുന്ന റിമ്മ്, ആ റിമ്മ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കി. ഗോട്ട് ഇറ്റ്? ദെൻ Then, on a bright sunny day, Aranla told Centilla that they should try to make as many pots as they could. ഓക്കെ, അങ്ങനെ ഒരു നല്ലൊരു വെളിച്ചമുള്ള ദിവസം, ഒരു ബ്രൈറ്റ് സണ്ണി ഡേ, അരൻല സെന്റിലോട് പറഞ്ഞു എന്താണ്, അവര് ഒരുപാട് പോട്ടുകൾ, നമുക്ക് എത്ര പോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും പോട്ടുകൾ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതർവൈസ് ദേ വുഡ് നോട്ട് ഹാവ് ഇനഫ് ഡേയ്സ് ഓഫ് സൺഷൈൻ ടു ഡ്രൈ ദം. ഇപ്പം നല്ല സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്, ഈ സമയത്ത് മാക്സിമം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ദേ വെൻ ടു ദ ഷെഡ് ക്വയറ്റ് ഏർലി ടു ബിഗിൻ. അവർ രണ്ടുപേരും ഷെഡിലേക്ക് പോയി. ആസ് യൂഷ്വൽ, സാധാരണത്തെ പോലെ അറൻല കംപ്ലീറ്റഡ് എ ബാച്ച് ക്വിക്ലി ആൻഡ് ആസ്ക്ഡ് സെന്റില ടു ടേക്ക് ഓവർ. അറൻല അമ്മയാണ്, അമ്മയ്ക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ബാച്ച് ഓഫ് മേ ബി ബാച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10, 5 5 10 10 10 പോട്ട്സ് അവർ പെട്ടെന്ന് ഉണ്ടാക്കി. എന്നിട്ട് അമ്മ സെന്റിലോട് പറഞ്ഞു, നീ ഏറ്റെടുത്ത ബാക്കി നീ ചെയ്തോ എന്ന്. കംപ്ലൈനിങ് ദാറ്റ് ഷീ ഹാഡ് എ ഹെഡ് ഏക്ക് ആൻഡ് എ ബാക്ക് ഏക്ക്, ഷീ വെന്റ് ഔട്ട് ടെല്ലിങ് സെന്റില ടു ട്രൈ ആൻഡ് മേക്ക് ആസ് മെനി പോട്ട്സ് ആസ് ഷീ കുഡ്. അവൾ പറഞ്ഞു, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മ പറഞ്ഞു എനിക്ക് ഭയങ്കര ഊരവേദനയും തലവേദനയും, ബാക്ക് ഏക്കും ബാക്ക് പെയിനും അതുപോലെ തന്നെ തലവേദനയും, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ, നീ നിനക്ക് കഴിയുന്നത് പോലെ മാക്സിമം പോട്ട്സ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സെന്റില വാസ് സർപ്രൈസ്ഡ് ആൻഡ് റിലക്റ്റന്റ്ലി ബിഗാൻ ടു ബീറ്റ് ദ ഡോ ഇൻ പെർഫെക്റ്റ് കോർഡിനേഷൻ വിത്ത് ഹെർ ലെഫ്റ്റ് ഹാൻഡ്. ഇത് കേട്ടപ്പോൾ സെന്റിലയ്ക്ക് വല്ലാത്തൊരു സർപ്രൈസ്. അമ്മ വളരെ കോൺഫിഡൻ്റ് ആയി, അമ്മയ്ക്ക് എന്നെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള രീതി ആയിരിക്കണം. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ബി ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡോഫ് മീൻസ് നമ്മൾ ആ മാവ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന മാവ് നന്നായിട്ട് ഇടിച്ച് കുഴച്ചു. അത് നല്ല പെർഫെക്റ്റ് കോർഡിനേഷനിൽ അവൾ ഇടത്തെ കൈ കൊണ്ട് ചെയ്തു. ബിഫോർ ലോങ് ഷീ റിയലൈസ് ദാറ്റ് ദ പോട്ട് വാസ് റെഡി. പിന്നെ കുറച്ച് ദിവസം സമയം കഴിഞ്ഞപ്പോൾ അവൾ പോട്ടെല്ലാം ഉണ്ടാക്കി. ഷീ സ്റ്റാർട്ടഡ് ഓൺ ദ നെക്സ്റ്റ് വൺ ആൻഡ് ലൈക്ക് എ സ്പ്രിന്റർ who had suddenly found momentum, she continued making pots after pot with the same speed and dexterity that she had noticed in her mother's hands. ഒരു ഒരു വല്ലാത്തൊരു ഒരു ലൈക്ക് എ സ്പ്രിന്റർ ഹു ഹാഡ് സഡൻലി ഫൗണ്ട് മൊമെന്റം, ഒരു ഒരു പ്രത്യേക ഒരു ഫോഴ്സ്, എനർജി അവർക്ക് കിട്ടിയതുപോലെ, സെന്റിലേക്ക് കിട്ടിയതുപോലെ തോന്നി.
ആൻഡ് അവള് ഷീ കണ്ടിന്യൂഡ് മേക്കിംഗ് പോട്ട് ആഫ്റ്റർ പോട്ട്. ഒരു പോട്ട് ഉണ്ടാക്കി അടുത്ത പോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി വളരെ എനർജറ്റിക്കലി, വളരെ വിത്ത് സെയിം സ്പീഡ് ആൻഡ് ഡെക്സ്ട്രിറ്റി. ഡെക്സ്ട്രിറ്റി മീൻസ് എന്താണ്? വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു ഒരാളെ പോലെ നമ്മുടെ സെന്റില എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി, സ്കിൽഡ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി, പോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ദാറ്റ് ഷീ ഹാഡ് നോട്ടീസ് ഇൻ ഹെർ മദേഴ്സ് ഹാൻഡ്സ്. അവരുടെ അമ്മ എങ്ങനെയാണോ വളരെ ആ ഒരു സ്കിൽഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്, അതുപോലെയുള്ള ഒരു സംഭവം അവൾക്ക് കിട്ടി. ഫൈനലി വെൻ ഷീ ലുക്ഡ് അറ്റ് ഹെർ റോ ഓഫ് പോട്ട്സ്, ഷീ സോ ദാറ്റ് ഷീ ഹാഡ് മെയ്ഡ് ജസ്റ്റ് വൺ ഷോട്ട് ഓഫ് ഹെർ മദേഴ്സ് ടാലി. പെട്ടെന്ന് അവൾ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ ചെയ്ത അതേ അത്രയും എണ്ണം ഇവളും ചെയ്തു. സെയിം ടാലിയായി. പത്തും 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 10 10 20 എണ്ണം ടോട്ടലി സെറ്റ് ഉണ്ടാക്കി. ഓ, എക്സോസ്റ്റഡ്, ടയർഡായി ഫ്രം ദ ലേബർ, ഷീ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു ദ ഹൗസ് ആൻഡ് ജോയിൻ ഹെർ മദർ ഫോർ ലഞ്ച്. അങ്ങനെ ഉച്ചയായപ്പോൾ ടയർഡായി അമ്മയുടെ അടുത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. വെൻ ഷീ റീച്ച്ഡ് ദ ത്രഷോൾഡ്. ത്രഷോൾഡ് പറഞ്ഞാൽ എൻട്രൻസ് ഓഫ് എ റൂം. റൂമിൽ വീടിൻ്റെ മെയിൻ റൂം പിന്നെ എൻട്രൻസിലേക്ക് എത്തിയപ്പോൾ ഷി ഫൗണ്ട് ഹെർ മദർ lying on the floor. She was not breathing. Sentinel ran towards the common area in the village for help. അമ്മ അവിടെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അവൾ ശ്വാസം എടുക്കുന്നില്ല, ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം നിലച്ചിട്ടുണ്ട്. സെന്റിലെ പെട്ടെന്ന് ഓടി ഒരു കോമൺ ഏരിയ ഉണ്ട് വില്ലേജിൽ, അവിടെ പോയിട്ട് ഉറക്കെ ഹെൽപ്പ് എന്ന് വിളിച്ച് കരഞ്ഞു. ആൻഡ് ദ വില്ലേജേഴ്സ് റേസ്ഡ് ടു ദ ഹൗസ്. അങ്ങനെ വില്ലേജേഴ്സ് എല്ലാവരും ഓടി എത്തി. ആൻഡ് സെൻറ്റ് ഫോർ മെസോബ. ഉടനെ തന്നെ മെസോബ ഹസ്ബൻഡ് അവിടെ എത്തി. അറൻലേ അറൻലയുടെ ഹസ്ബൻഡ്. വെൻ അറൻലാസ് ബോഡി വാസ് ബീയിങ് carried out of the house next morning, Sentila ran after it, shouting, "Mother, I didn't wish it to happen this way. It simply came to me. Please forgive me." What does it mean? ഇവിടെ എന്താണ് കവി എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? I didn't, you see, "Mother, please forgive me. Mother, I didn't wish it to happen this way. It simply came to me. Please forgive me." അത് അങ്ങനെ വന്നു. അതായത് അമ്മയുടെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ അവള് പോട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊരു അപ്പൊ എന്താണ് ഇത് ഉദ്ദേശിച്ചത്? ഇത് കേട്ട് നിൽക്കുന്ന ദോസ് ഹു ഹേർഡ് ഹെർ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ മെന്റ് എക്സെപ്റ്റ് ഫോർ ഒനുല. മറ്റുള്ള ആളുകൾക്കൊന്നും അതായത് സെന്റില പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഒനുല, ഒനുല എന്ന് പറഞ്ഞാൽ ആന്റി അല്ലേ? നമ്മൾ ഒനുല എന്ന് ഈ ഒരു ഇവരെ ഭാഷയിലായിരിക്കണം ആന്റി, നമ്മുടെ കെയർ ടേക്കർ. അവൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. കാരണം എന്തോ എന്തോ ഒരു സ്പെഷ്യൽ അമ്മയുടെ ഒരു കഴിവ്, അമ്മയുടെ യഥാർത്ഥ സ്കില്ല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെന്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അമ്മയുടെ എല്ലാ കഴിവും എനിക്ക് തന്നിട്ട് എൻ്റെ അമ്മ പോയി. ഒരിക്കലും ഞാനത് വിശ്വസിക്കുക, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല. എനിക്ക് അങ്ങനത്തെ കഴിവ് വേണ്ട, എൻ്റെ അമ്മ പോയിട്ടുള്ള കഴിവ് എനിക്ക് വേണ്ട എന്നാണ് അവള് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. She intuitively sensed that something momentous had happened. അവരുടെ സംസാരത്തിൽ നിന്നും ഒന്നുമിലേക്ക് മനസ്സിലായി എന്തോ സംതിങ് ഗ്രേറ്റ് ഹാപ്പൻ. മൊമെന്റസ് മീൻസ് മൊമെന്റുവസ് സംതിങ് മൊമെന്റുവസ് ഹാപ്പൻ. അതെന്താണെന്നുള്ളത് അവൾക്കൊന്ന് സ്മെല്ലടിച്ചു, എന്തോ ഉണ്ട്. ഓൺ ഹെർ വേ ബാക്ക് ഒനുല നോട്ടീസ് ദാറ്റ് ദ ഡോർ ടു ദ വർക്ക്സ് ഹെഡ് വാസ് സ്ലൈറ്റ്ലി അജാർ. അതെ, അപ്പോൾ ജസ്റ്റ് നടക്കുന്ന സമയത്ത് കണ്ടു അവിടെ വർക്ക് പ്ലേസ്, അവർ പോട്ടുണ്ടാക്കുന്ന വർക്ക് പ്ലേസിന്റെ ഡോർ ഓപ്പൺ സ്ലൈറ്റ്ലി കുറച്ചിങ്ങനെ തുറന്നു കിടക്കുന്നത് കണ്ടു. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഷീ സ്റ്റെപ്ഡ് ഇൻസൈഡ് ആൻഡ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ് ഇൻ ഹെർ ട്രാക്സ്. പെട്ടെന്ന് അതിൽ അകത്തേക്ക് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നു. ഒരു പ്രത്യേക സംഭവം കണ്ടുകൊണ്ട് ടു നീറ്റ് റോസ് ഓഫ് ന്യൂലി മെയ്ഡ് പോട്ട്സ് സ്റ്റുഡ് സൈഡ് ബൈ സൈഡ്. എന്താണെന്നറിയോ? സൈഡ് ബൈ സൈഡായിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ചിത്രത്തിൽ പോലെ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള കലം 3 4 5, ഞാൻ പറഞ്ഞ പോലെ 10 5 5 5 ആണല്ലോ ഉള്ളത്. 10 10 5 5 10
നീറ്റ് 2 റോ ആയിട്ട് ഒരു ലൈനിൽ 5 എണ്ണം, മറ്റൊരു ലൈനിൽ 5 എണ്ണം, വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പോട്ട്. She could find no, she could find nothing to tell one batch from the other. രണ്ടും ഈക്വലി ഐഡന്റിക്കൽ, ഒരേപോലെ. She was sure that it was not the handiwork of one person alone. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒരാൾ മാത്രം ചെയ്തതല്ല എന്നുള്ളത്. Onula stood there for a long time as if trying to absorb a new phenomenon. എന്തോ ഒരു പുതിയ ഒരു അൺയൂഷ്വൽ ഇൻസിഡന്റ്, സംതിങ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണത്? സ്ലോലി ഷീ walked away from this place of wonder as she considered it to be, because she believed that she had just witnessed a profound revelation, a powerful revelation, a moment of realization in the two batches of still moist pot, moist, still ഉണങ്ങാത്ത pot, standing side by side in perfect symmetry inside the shed. A new pot maker was born. ഇതാണ് ഈ കഥയുടെ എൻഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അമ്മയുടെ കഴിവ് ആ കുട്ടിക്ക് കിട്ടി. അമ്മയുടെ മരണത്തോടു കൂടി ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട്, സെന്റില എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് ആ, തൻ്റെ വർക്കിൽ മുഴുകി ഒരു പ്രത്യേക ഒരു ഫിനോമിനൻ, ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് അമ്മയുടെ അതേ കഴിവിൽ, അതേ രീതിയിൽ മനോഹരമായ പോട്ടകൾ നിർമ്മിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയിൽ ഉള്ളത്. ഡു യു തിങ്ക് ഒനുല സപ്പോർട്ട് ഹെൽപ്പ് സെന്റില? ഇഫ് യെസ്, വൈ? ഇഫ് നോ, വൈ നോട്ട്? ഒബിയസ്ലി റൈറ്റ്. ഒരു ടീച്ചറെ പോലെ വളരെയധികം സപ്പോർട്ടും പോസിറ്റീവ് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ആളാണ് ഒന്നുല. സെന്റില ഒബ്സർവ്സ് ഹർ മദർ മേക്കിംഗ് പോട്ട്സ്. വാട്ട് ഡസ് ദിസ് ടെൽസ് അസ് അബൌട്ട് ഹർ? സെന്റില ഒബ്സർവ്സ് ഹർ മദർ മേക്കിംഗ് പോട്ട്സ്. അത് നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, വെൻ ഡു യു വോണ്ട് ടു ലേൺ സംതിങ് വി ഹാവ് ടു ഒബ്സർവ്, ആൻഡ് പേഷ്യൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സോ arrange the following events of the story in the correct sequence. ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് കഥ മനസ്സിലായാൽ തോന്നും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ലെസൺ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്. സോ ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ഓൺ മൈ ചാനൽ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തന്ന് കോമൻറ്റും ചെയ്ത് പോവണേ. താങ്ക് യു. ബൈ. സി യു അഗെയിൻ ടുമോറോ.